മായ, ദിയ, രണ്ടുപേരും ഒന്ന് വേഗം എഴുന്നേൽക്കുന്നുണ്ടോ? ഇന്ന് ഹെമ ചേച്ചിയുടെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോണ്ടേ? വേഗം വന്ന് നിങ്ങളെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാനും അച്ഛനും ഒറ്റയ്ക്ക് പോകും. ആ, നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ട് അമ്മേ. നമ്മൾ എപ്പോഴാ അമ്മയെ പോകുന്നേ? ഇപ്പൊ തന്നെ പോവാം. രണ്ടുപേരും വേഗം റെഡി ആയിട്ട് വാ, ഞാൻ താഴത്തുണ്ടാവും. ശരി അമ്മേ. ഞാൻ നിങ്ങളെ ഷോപ്പിന്റെ മുമ്പിൽ ഇറക്കിയിട്ട് പോവും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. അതെ, നിങ്ങൾ പോയിക്കോളൂ. ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചോളാം. എന്നിട്ട് എന്തൊക്കെയാ വാങ്ങിക്കുന്നേ? നിനക്കെന്താ എടുക്കുന്നേ? സാരിയോ ചുരിദാറോ? എനിക്ക് സാരി തന്നെ മതി, ഞാൻ സാരിയാ വാങ്ങിക്കുന്നേ. മായമോളും ദിയമോളും എന്താ എടുക്കുന്നേ? എനിക്ക് സിൻഡ്രല്ലയുടെ പോലത്തെ ഉടുപ്പ് വേണം. ആഹാ, അതാരാ സിൻഡ്രല്ല? നിന്റെ കൂട്ടുകാരിയാണോ? ഈ അച്ഛനൊന്നും അറിയില്ല. സിൻഡ്രല്ല ഒരു കാർട്ടൂണിലെ ക്യാരക്ടറാണ്. ഓ, ഞാൻ ഈ കാർട്ടൂണൊന്നും കാണാറില്ല, അതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല. അല്ല, എന്റെ തീയക്കുട്ടി എവിടെ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ മോളെ നോക്കുന്നേ? മോളേതെടുക്കുന്നേ? അയ്യേ, ഫാൻസി ഷർട്ടും ആണോ മോളെ കല്യാണത്തിന് ഇടുക? നമുക്ക് നല്ല ഒരു ഉടുപ്പ് എടുക്കാം, പറ്റില്ലേ? ഇതാ ഇവളുടെ കുഴപ്പം, എപ്പോഴും വാശി കാട്ടി കരയും. ഞാൻ പറയുന്നതൊന്നും കേക്കില്ല. നീ എന്തിനാ അതിനെ വഴക്ക് പറയുന്നേ? മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തട്ടോ. ആ, കല്യാണത്തിന് എല്ലാവരും ഉടുപ്പൊക്കെ ഇട്ട് അണിഞ്ഞിറങ്ങി വരുമ്പോ നീ ഇങ്ങനെ പാൻസ് ഷർട്ട് ഇട്ട ആണുങ്ങളെ പോലെ നടന്നോണ്ടി. ദേ നോക്കൂ, ഇവൾക്ക് പറ്റിയൊരു ഡ്രസ്സ് വേണം. നല്ല ഒരെണ്ണം കാണിച്ചു തരൂ. ഓ ശരി, മോൾക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഏതെന്ന് പറയൂ. ആ, ഇത് നല്ല ഡ്രസ്സാണല്ലോ. മോൾക്ക് നല്ല സെലക്ഷൻ ഉണ്ട്. എങ്കിൽ അത് പാക്ക് ചെയ്തോളൂ. ശരി, ഇനി ഈ കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഫ്രോക്കാണ് വേണ്ടത്. ഫ്രോക്കിന്റെ സെക്ഷൻ അവിടെയാണ്, അങ്ങോട്ട് ചെന്നാൽ മതി. എങ്കിൽ ഞങ്ങൾ ബാക്കി ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തിട്ട് വരാം. ഓ ശരി ചേച്ചി. അമ്മേ, ഇത് നോക്കിയേ, എത്ര കളക്ഷൻസാ ഇവിടെയെന്നറിയോ? നല്ല രസമുണ്ട് കാണാനല്ലേ? അതെ അതെ, ഇനി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്ക് വേഗം. നോക്കമ്മേ, ഈ ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. സിൻഡ്രല്ല ഇടുന്നത് പോലത്തെ ഉടുപ്പ് തന്നെ എനിക്കിത് മതി അമ്മേ. ശരി, എങ്കിൽ അതെടുക്കാം. അമ്മേ, എനിക്ക് ചേച്ചിയുടെ പോലത്തെ ഉടുപ്പ് വേണം. എനിക്ക് ഉടുപ്പ് വേണം അമ്മേ, എനിക്ക് ഉടുപ്പ് വേണം. എനിക്കും എടുത്ത് താമ്മേ ഒരു ഉടുപ്പ്. മിണ്ടാതിരടി, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിനക്ക് ഉടുപ്പെടുക്കാമെന്ന്. അപ്പൊ നിനക്ക് പാൻസും ഷർട്ടും തന്നെ മതി. ഇപ്പൊ അവിടെ പാൻസും ഷർട്ടും ഇപ്പൊ അവിടെ എടുത്തു വെച്ചിട്ടില്ലേ, ഇനി ഇപ്പൊ അത് ഇട്ടാ മതി നീ. എനിക്ക് പാൻസും ഷർട്ടും വേണം, ഉടുപ്പും വേണം, എനിക്ക് രണ്ടും വേണം. എനിക്കത് വേണം. അയ്യടി, അങ്ങനെ നിനക്ക് മാത്രം രണ്ടെണ്ണം വേണ്ട അമ്മേ, ഇവൾക്ക് രണ്ടെണ്ണം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എനിക്കും വേണം രണ്ടെണ്ണം. അയ്യടാ, ഞാനിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ടെണ്ണം വാങ്ങി തരാനൊന്നും പോകുന്നില്ല. ദേ നോക്ക്, നിനക്ക് പാൻസും ഷർട്ടും വേണമെങ്കിൽ അത് പറ, അല്ലെങ്കിൽ ഉടുപ്പ്. ഇതിലേതെങ്കിലും ഒരെണ്ണമേ ഞാൻ എടുത്തു തരുള്ളൂ. ഏതാ വേണ്ട ഇപ്പൊ പറ. എന്നാ എനിക്ക് ഉടുപ്പ് മതി അമ്മേ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് കേട്ടാ പോരായിരുന്നോ? വെറുതെ അവിടെ പാൻസും ഷർട്ടും നോക്കി കുറെ സമയം കളഞ്ഞു. അമ്മ എന്തിനാ ഇവൾ പറയുന്നതിനൊക്കെ നിൽക്കുന്നത്? ഇവൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. നീ പോടി, എന്റെ അമ്മ ഞാൻ പറയുന്നത് കേക്കും. അച്ഛനിങ്ങ് വരട്ടെ, അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ കുറുമ്പത്തിരി കൂടുന്നുണ്ട്. ദേ, നിങ്ങൾ രണ്ടാളും ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാതെ വേഗം രണ്ടുപേർക്കും ഉള്ളത് എടുത്തിട്ട് വേണം എനിക്കൊരു സാരി നോക്കാൻ. ഹലോ ചേട്ടാ, ഞങ്ങളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ആ, ഇനി നിങ്ങൾ വന്നോളൂ. ഓക്കെ.